എടാ അവസാനം എന്ത് തീരുമാനിച്ചവനായിട്ട് കാര്യങ്ങളൊക്കെ ഡീലായോ? അവൻ പറഞ്ഞു അളിയ ഒരു 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവൻ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞു. 1000 രൂപ കൊടുത്തു അത് that sounds dodgy man, that sounds dodgy. ജാൻജി എന്ത് ജാൻജി, that sounds dodgy എന്ന് പറഞ്ഞു. അതിലെന്തോ കള്ളത്തരമുണ്ടോ, അതിലെന്തോ കള്ളമുണ്ട്, അതിലെന്തോ കള്ളത്തരമുണ്ടോ, എന്തോ പ്രശ്നമുണ്ട്. നീ സൂക്ഷിച്ച് മാത്രമേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാവൂ. That sounds dodgy. ഞാൻ അല്ല, that sounds dodgy, that sounds dodgy എന്ന് പറഞ്ഞാൽ എന്തോ കള്ളമുണ്ട്, എന്തോ പ്രശ്നമുണ്ട്, നീ നോക്കി കയറി. അപ്പോൾ ഇങ്ങനെ മനോഹരമായ ഇംഗ്ലീഷ് സ്റ്റൈലിലൊക്കെ പറഞ്ഞ് പഠിക്കണ്ടേ? വീട്ടിലിരുന്നാൽ പറ്റുമോ? ഇങ്ങനെ മൊബൈൽ ആപ്പൊക്കെ നോക്കി തപ്പിക്കൊണ്ടിരുന്നാൽ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആകുമോ? ഇംഗ്ലീഷ് സംസാരിക്കണം. സംസാരിച്ചാൽ മാത്രമേ തെറ്റൂ. തെറ്റിയാൽ മാത്രമേ തിരുത്താൻ പറ്റൂ. തിരുത്തിയാൽ മാത്രമേ നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റൂ. നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് പഠിച്ചാലേ നമ്മളെപ്പോലുള്ള സാറുമാർക്ക് രക്ഷപ്പെടുള്ളൂ. വീട്ടിൽ ഇരിക്കല്ലേ, വരൂ 3 ദിവസം ഫ്രീ ക്ലാസ്, ഹാഫ് ലോ പോയി 3 ദിവസം ഫ്രീ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളെ കൊണ്ട് പഠിക്കാൻ സാധിക്കും. തീർച്ചയായും പഠിക്കാൻ പറ്റും. നിങ്ങൾ നിസ്സാരമായി കാണരുത്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കും. ഇപ്പം എന്നെ കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റിയില്ലേ, എങ്കിൽ നിങ്ങളെ കൊണ്ട് സാധിക്കും. ആദ്യം കൊണ്ട് നമുക്കൊരു കോൺഫിഡൻസ് ആണ്. നാട്ടുകാരുടെയോ ബന്ധുക്കളുടെയോ ഒപ്പീനിയൻ ചോദിക്കരുത്. ഒന്ന് ശ്രമിച്ചു നോക്ക്. കം ഓൺ.